സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗിരീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത അറിഞ്ഞ് എത്രയും പെട്ടെന്ന് സിദ്ധു ആണെങ്കിൽ പോയി രജനിയെ സമാധാനിപ്പിക്കുന്നു. രജനിക്കാണെങ്കിൽ ദേവികയോടാണ് ഏറ്റവും കൂടുതൽ കരി. ദേവിക കാരണമാണ് സിദ്ധുവിനും അതുപോലെ ഗിരീഷിനുമൊക്കെ ഇങ്ങനൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നേ എന്നുള്ള വാശിപ്പുറത്ത് നിൽക്കുമ്പോഴത്തേക്കും ഞാനും ഒരു രാഷ്ട്രീയക്കാരനല്ലേ, അപ്പോൾ രാഷ്ട്രീയക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് രാധാകൃഷ്ണൻ മിനിസ്റ്ററിനോട് കണ്ട് പറഞ്ഞെങ്കിലും അവിടെ ഒരു ബലം ഉണ്ടായില്ല. അപ്പം ചന്ദ്രമതിയാണെങ്കിൽ ദേവിയെ കണ്ട് ഉപദേശിക്കുന്നുണ്ട്, രാധാകൃഷ്ണൻ മിനിസ്റ്ററെ കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയാൾ ഗിരീഷിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്ന്. അത് കേട്ട് ദേവിയാണെങ്കിൽ രാധാകൃഷ്ണൻ മിനിസ്റ്ററെ കാണാൻ വേണ്ടി പോകുന്നു. അപ്പം സിദ്ധുവിനോട് എങ്ങനെയൊക്കെയാണ് പെരുമാറിയത് അതുപോലെ തന്നെ ദേവികയോടും മറുപടി കൊടുക്കുന്നു. കാരണം കെ നായരുടെ ഈ പ്രൊജക്റ്റ് ഒപ്പിട്ട് കൊടുക്കുക എന്നത് രാധാകൃഷ്ണൻ മിനിസ്റ്ററിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു. ത്യാഗരാജനെയും കൊണ്ടും നേരിട്ടും അല്ലാതെയും ഒക്കെ അദ്ദേഹം ചോദിച്ചെങ്കിലും ദേവിക അന്നേരം ഒന്നും ആ പ്രൊജക്റ്റ് അനുവദിക്കത്തില്ല എന്നുള്ള വാശിപ്പുറത്ത് നിന്നെങ്കിലും നന്ദുവും പ്രഭാവതിയും ശക്തമായിട്ട് പറഞ്ഞതിൻ്റെ പേരിനാണ് ഇങ്ങനൊരു ആവശ്യം അംഗീകരിച്ചു കൊടുത്തത്. അതിപ്പോൾ തനിക്ക് എത്രമാത്രം വിനയായി വരുന്നു എന്നുള്ള കാര്യം കുടുംബത്തിൽ പോലും അതിൻ്റെ പേരിൽ സമാധാനവും സ്വസ്ഥതയില്ലാത്ത അവസ്ഥയാണ് ദേവിക നേരിടുന്നത്. എന്തായാലും നമ്മുടെ പാർട്ടി തന്നെ ഈ പ്രൊജക്റ്റ് അനുവദിച്ചു കൊടുത്തിട്ട് നമ്മൾ തന്നെ അതിനെ എതിർക്കുന്ന സമരക്കാരോടൊപ്പം നിൽക്കുന്നത് ശരിയല്ല. പ്രത്യേകിച്ചും നമ്മുടെ പാർട്ടിക്കാർ പോലും അല്ല ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ ആൾക്കാർ. അതുകൊണ്ട് അവരെ പുറത്തിറക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പാർട്ടിക്ക് തന്നെയാണ് ദോഷം വരുത്തുന്നത് എന്നൊക്കെ പറയുമ്പം പാർട്ടി ഒന്നും നോക്കണ്ട. ജനങ്ങളുടെ ജീവിതവും ജനങ്ങൾക്ക് ദുരിതം തരുന്ന ഒരു പ്രൊജക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ചില സമ്മർദ്ദത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുത്തു എന്നല്ലാതെ ശരിക്കും പറഞ്ഞാൽ എനിക്കും രാമപുരത്ത് ഇങ്ങനൊരു പ്ലാന്റ് വരുന്നത് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ദേവിയേക്ക് ഇങ്ങനെ പറയാൻ നാണമില്ലേ? ഒരു MLA ആയിരിക്കെ അഴിമതി ചെയ്തിട്ട് പിന്നീട് പശ്ചാത്തപിച്ചിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെയുള്ളവർ ഈ പദവിയിലിരിക്കാൻ ഒട്ടും യോഗ്യതയില്ല, രാജിവെച്ച് പോകുന്നതായിരിക്കും ഇതിനേക്കാളും ഭേദം എന്നൊക്കെ പറഞ്ഞ് ദേവിയെ വിഷമിപ്പിക്കുകയും ഒരു കാരണവശാലും ഗിരീഷിനെയും കൂട്ടരെയും പുറത്തിറക്കാൻ വേണ്ടി നമ്മളോ നമ്മുടെ പാർട്ടിക്കാരോ ശ്രമിക്കില്ല. അത് തന്നെയാണ് ഞാൻ സിദ്ധുവിനോടും പറഞ്ഞത്. സിദ്ധുവിനോട് പറഞ്ഞത് കൂടാതെ ഇപ്പം ദേവിയും കൊണ്ട് വിട്ട് ചോദിപ്പിച്ചാലും എൻ്റെ അഭിപ്രായത്തിനും തീരുമാനത്തിനും യാതൊരു മാറ്റമില്ലെന്ന് പറയുമ്പം ദേവിക്ക് മനസ്സിലാകുന്നു തന്നെക്കായും മുമ്പേ സിദ്ധു ആണെങ്കിൽ വന്ന് സംസാരിച്ചിട്ട് പോയതേ ഉള്ളെന്ന്. അതിൻ്റെ പേരിൽ ദേവിയാണെങ്കിൽ എന്നെയും കൊണ്ട് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം, ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഗിരീഷേട്ടനെ പുറത്തിറക്കിയിരിക്കും എന്നൊക്കെ പറഞ്ഞു പോകുന്നു. അപ്പം നമ്മുടെ കെവിൻ ആണെങ്കിൽ ഇസബെല്ലെ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഗിരീഷ് സ്റ്റേഷനിലായതിൻ്റെ പേരിൽ നന്ദൻ വല്ലാത്ത വിഷമത്തിലാണെന്നും ഇപ്പം ഗിരീഷിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കി കഴിഞ്ഞാൽ നന്ദന് ഇസബെല്ലയോടുള്ള സ്നേഹത്തിൽ ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാകും എന്നൊക്കെ പറയുമ്പം തീർച്ചയായിട്ടും ഞാനെങ്കിൽ ഗിരീഷിനെ പുറത്തിറക്കാൻ ശ്രമിക്കും. അയാളെ പുറത്തിറക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള കാര്യമല്ല. നമ്മളൊക്കെ രാമപുരത്ത് കെ നായരുടെ പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കാൻ കാത്തിരുന്ന സമയത്ത് അത് തടസ്സപ്പെടുത്താൻ വരുന്ന ഒരു ശല്യമാണ്. എങ്കിലും നന്ദനെ ഇഷ്ടപ്പെടുത്താനും പ്രീതിപ്പിക്കാനും വേണ്ടി അയാളെ പുറത്തിറക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പം കെവിൻ പറയുന്നുണ്ട്, എന്തായാലും ബെല്ല പറഞ്ഞാൽ കെ നായർക്ക് ഒരു മറുവാക്ക് കാണില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. അത് പിന്നെ അങ്ങനെയല്ലേ, കാരണം ഇനിയും പല കാര്യങ്ങൾ അയാൾക്ക് എന്നെ കൊണ്ട് സാധിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേൾക്കും. അങ്ങനെ കെ നായരെ വിളിച്ച് ബെല്ലയാണെങ്കിൽ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഗിരീഷിനെ പുറത്തിറക്കണം. ഗിരീഷിനെ ഇങ്ങനെ അകത്താക്കുന്നത് നമുക്ക് തന്നെയായിരിക്കും വിനയുണ്ടാക്കുന്നത്. കാരണം പാർട്ടി പ്രവർത്തകരായാലും മറ്റ് ജനങ്ങളായാലും ഇതിൻ്റെ പേര് വയലൻ്റ് ആകും. ഇനി വരാൻ പോകുന്ന ഭവിഷ്യത്തൊക്കെ പറഞ്ഞ് ഒരാവശ്യം പറയുമ്പോഴത്തേക്കും ബെല്ല പറയുന്ന കാര്യം അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ കേൾക്കുന്നവർക്കാകില്ല. അതിൻ്റെ പേര് ബെല്ല നേരിട്ട് വന്ന് സ്റ്റേഷനിൽ നിന്ന് ഗിരീഷിനെ പുറത്തിറക്കുന്നു. പക്ഷേ ഗിരീഷിനാണെങ്കിൽ അതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ബെല്ലയും കെവിനും കൂടി ചേർന്ന് നന്ദനെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ ദേവികയുടെ സ്വഭാവത്തിനും ഇങ്ങനെ ഒരു അഴിമതി കാണിക്കാൻ തന്നെ കാരണക്കാർ ഇവരാണോ എന്നുള്ള സംശയം ഗിരീഷിന് ശക്തമായിട്ടുള്ള സമയത്താണ് നന്ദനിൽ ഒരുപാട് സ്വാതന്ത്ര്യം ചെലുത്തി ഗിരീഷിൻ്റെ മുമ്പിൽ ബെല്ല വരുന്നത്. അപ്പോഴത്തേക്കും ഗിരീഷാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് വരുന്നു. അങ്ങനെ രജനിയെ പോയി കണ്ട് ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്ന സമയത്താണ് നന്ദനും ബെല്ലയും കൂടി ചേർന്ന് തന്നെ പുറത്തിറക്കി എന്നുള്ള കാര്യം പറയുമ്പം രജനിക്ക് ബെല്ലയോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. രജനിക്കാണെങ്കിൽ ഇപ്പം ദേവികയോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം. ദേവിക കാരണമാണ് ഇങ്ങനൊരു പ്ലാന്റ് അനുമതിയായിട്ട് കിട്ടിയതും അതിൻ്റെ പേരിനാണ് തൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേ എന്നുള്ള ദേഷ്യത്തിലിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ബെല്ലയോടും നന്ദനോടും തീർത്താ തീരാത്ത നന്ദിയും കടപ്പാടും അറിയിക്കുന്ന സമയത്ത് ബെല്ലയ്ക്ക് ചന്ദ്രോത്ത് വീട്ടിൽ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നു. ഗിരീഷിനെ പുറത്തിറക്കി എന്നുള്ളൊരു സ്നേഹവും കടപ്പാടും ഒക്കെ പ്രഭാവതിക്കും സിദ്ധാർത്ഥനും അതുപോലെ രജനിക്കും ഒക്കെ വരുന്ന സമയത്ത് ദേവിയേക്കും ഗിരീഷിനും അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഗിരീഷിന് മുമ്പേ ബെല്ലയിൽ സംശയമുണ്ടായിരുന്നു. അപ്പം ദേവികയ്ക്കാണെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. രജനി ദേവികയെ പരസ്യമായിട്ട് കുറ്റപ്പെടുത്തുന്നു. ഒരു MLA ആയിരിക്കെ പോലും
സ്വന്തം വീട്ടിലെ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. അത് ന്യായമായ ഒരു കാര്യം ചോദ്യം ചെയ്യാൻ പോയ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ട് പോലും പുറത്തിറക്കാൻ കഴിവില്ലായിരുന്നു. കെ നായരോട് ചേർന്ന് ഒപ്പിട്ട് കൊടുത്തിട്ട് എന്തുകൊണ്ട് കെ നായർ ഇവർ പറഞ്ഞിട്ട് കേട്ടില്ല? അതൊക്കെ നമ്മളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ദേവിയെ ചമഞ്ഞുണ്ടാക്കുന്ന കള്ളക്കഥയാണെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുന്ന ദേവികയെ സ്വന്തം അമ്മ വരെ വിളിച്ച് കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ എന്താകുമെന്ന് കാത്തിരിക്കാം.